കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയായ കൊല്ലം കോട്ടപ്പുറം ദേശീയ ജലപാത 2020 പൂർത്തിയാക്കുമെന്നാണ് വാഗ്ദാനം. എന്നാൽ പദ്ധതിയുടെ പ്രധാന ഇടങ്ങളിലൊന്നായ കൊല്ലം തോട് നവീകരണം കടലാസിൽ മാത്രം ഒതുങ്ങിയത് ആരും അറിഞ്ഞില്ല. കൺമുന്നിൽ നടക്കുന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കാതെ നടത്തിയുള്ള പ്രഖ്യാപനങ്ങളിലെ പാളിച്ചകളിലേക്കാണ് നേർക്കണ്ണിന്റെ ഇന്നത്തെ അന്വേഷണം. കണ്ണടച്ച് തുറക്കും മുമ്പ് ഇതുവഴി കപ്പലോടുമെന്ന് പറഞ്ഞായിരുന്നു രാഷ്ട്രീയ നേതാക്കളും ഉദ്യോഗസ്ഥ സംഘവും പദ്ധതി പ്രവർത്തനങ്ങൾക്കായി കൊല്ലം തോട്ടിലെത്തിയത്. തോടിനിരുവശത്തുമായി താമസിച്ചിരുന്ന 950ഓളം കുടുംബങ്ങളെയാണ് വാഗ്ദാനങ്ങൾ നൽകിയും ബലം പ്രയോഗിച്ചും ഒഴിപ്പിച്ചത്. എന്നാൽ ആ തിടുക്കമൊന്നും പിന്നീടങ്ങോട്ട് ഉണ്ടായില്ല എന്നതാണ് സത്യം. കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ നീളുന്ന ഈ ജലപാതയുടെ ദൂരം 205 കിലോമീറ്ററാണ്. കേരളത്തിലെ കായലുകളിലൂടെയും കനാലുകളിലൂടെയുമാണ് ജലപാത നീളുന്നത്. വെസ്റ്റ് കോസ്റ്റ് കനാൽ എന്നും ഈ കനാൽ അറിയപ്പെടുന്നുണ്ട്. 1993 ഫെബ്രുവരിയിലാണ് ഈ ജലപാത ദേശീയ ജലപാതയായി പ്രഖ്യാപിച്ചത്. കൊല്ലം തോട് നവീകരണമായിട്ട് നമ്മൾ 5 റീച്ചായി ഇവിടെ ഉള്ളത്. അതിൽ ഒന്നാമത്തെ റീച്ച് എന്ന് വെച്ചാൽ പരവൂർ കായൽ മുതൽ ഇരവിപുരം പാലം വരെ. അവിടുത്തെ സ്ഥിതി എന്ന് വെച്ചാൽ ഇപ്പോൾ ഏകദേശം ഒരു 350 മീറ്ററോളം ഇനി തീരാനുണ്ട് വർക്ക്. അത് 2008 ടെൻഡർ ആയിട്ടുള്ള ഇത്രയും നാളായിട്ട് പോലും അവിടുത്തെ വർക്ക് തീർന്നിട്ടില്ല. ഈ 2020 മുഖ്യമന്ത്രിയുടെ സ്വപ്ന പദ്ധതി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കൊല്ലം തോട് നവീകരിക്കുമെന്നാണ് പറഞ്ഞത്. പക്ഷേ ഇത് ഒരിക്കലും 2020 തീരത്തില്ല, 2025 തീരത്തില്ല ഇപ്പോഴത്തെ കണ്ടീഷനിലാണ്. 2007-2008 കാലത്താണ് ദേശീയ ജലപാതയുടെ ഭാഗമായ കൊല്ലം തോടിന്റെ നവീകരണത്തിനായി ബൃഹത് പദ്ധതി ആവിഷ്കരിച്ചത്. ഇതിനായി കേന്ദ്ര സർക്കാർ അനുവദിച്ചത് 9.5 കോടി രൂപയാണ്. നവീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി തോടിന്റെ കരയിൽ താമസിച്ചിരുന്നവരുടെ പുനരധിവാസം സംസ്ഥാന സർക്കാർ ഏറ്റെടുത്തു. എന്നാൽ 2009 മാർച്ചിൽ പദ്ധതിയുടെ കാലാവധി അവസാനിച്ചതോടെ കേന്ദ്രവിഹിതം നഷ്ടമായി. 3 സർക്കാരുകൾ മാറി വന്നിട്ടും കൊല്ലം കോട്ടപ്പുറം ദേശീയ ജലപാത യാഥാർത്ഥ്യമായതുമില്ല. 2030 ആയാലും തീരത്തില്ല. ഷൈനാമോള് കളക്ടറായിരുന്നപ്പം പറഞ്ഞ് മാർച്ചിൽ പണി തീർക്കണമെന്ന് പറഞ്ഞു. അവരിതൊന്നും കണ്ടിട്ടല്ല പറഞ്ഞത്. അവർക്ക് അറിയത്തുപോലുമില്ല ഇതിൻ്റെ പ്രൊജക്റ്റ് എന്താണെന്ന്. ഇനി അതുപോലെ 2030 ആയാലും ഇതേ സ്ഥിതിയിൽ തന്നെ തുടരും. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അവരിട്ടിട്ട് പോകും. അപ്പോൾ പേടിച്ച് നാട്ടുകാർ പിന്നെ ഒന്നും പറയത്തില്ല, അവർ കളഞ്ഞിട്ട് പോകുമെന്ന് പേടിച്ചിട്ട്. ജനത്തിനറിഞ്ഞൂടല്ലോ ഇതൊന്നും. 4 വർഷമായി തുടരുന്ന തോട് നവീകരണം ഇപ്പോഴും തുടങ്ങിയെടുത്ത് തന്നെയാണ്. വിവിധ റീച്ചുകളായി തിരിച്ച് നടത്തുന്ന വികസന പ്രവർത്തനങ്ങൾ കേവലം മണൽക്കടത്തിൽ മാത്രം ഒതുങ്ങി. കോടികളുടെ മണൽക്കൊള്ളയ്ക്ക് വഴിയൊരുക്കുന്ന ഈ വികസനം എത്ര നാൾ നീണ്ടു നിൽക്കുമെന്ന ചോദ്യത്തിന് ഉദ്യോഗസ്ഥർക്കോ ജനപ്രതിനിധികൾക്കോ ഉത്തരമുണ്ടോ? കൊല്ലം തോടിന്റെ നവീകരണത്തിലൂടെ കൊല്ലം നഗരം പലതും സ്വപ്നം കണ്ടിരുന്നു. വിനോദസഞ്ചാര മേഖലയിലെ നേട്ടങ്ങൾക്കൊപ്പം ജലഗതാഗതം, ചരക്കുഗതാഗതം എന്നിവ സുഗമമാക്കി പുതിയ വികസന പടവുകൾ വെട്ടിപ്പിടിക്കാമായിരുന്നു. കൊല്ലം തോടിന്റെ നവീകരണം പൂർത്തിയായാൽ വിനോദസഞ്ചാര കേന്ദ്രമായ കോവളത്തും വർക്കലയിൽ നിന്നും ജലപാത വഴി വിനോദസഞ്ചാരികളെ അഷ്ടമുടി കായലിലെത്തിക്കാം. കൊല്ലത്ത് നിന്ന് കോവളം, പരവൂർ, വർക്കല ഭാഗങ്ങളിലേക്ക് ബോട്ട് സർവീസ് യാഥാർത്ഥ്യമാകുന്നതോടെ യാത്രക്കാർക്ക് പണവും സമയവും ലാഭിക്കാമായിരുന്നു. ഒരിക്കൽ TS കനാലിന്റെ ഭാഗമായിരുന്ന ഇത് കൊല്ലത്തിന്റെ വ്യാപാര മേഖലയിൽ ശ്രദ്ധേയമായ സ്വാധീനം ചെലുത്തിയിരുന്നു. എന്നാൽ പിന്നീട് പലയിടങ്ങളിലും ഒഴുക്ക് നിലച്ച് തോട് ശുഷ്കമായ കാഴ്ചയാണ് കണ്ടത്. ഈ പരവൂർ കായലിലെ മാലിന്യങ്ങളാണെങ്കിൽ ഈ 2 കരയ്ക്കും അടിഞ്ഞ് നിങ്ങൾക്ക് കാണാവുന്നതേ ഉള്ളൂ. അത്രയ്ക്ക് വൃത്തിഹീനവും കൊതുക് കാരണം ഇവിടെ താമസിക്കാൻ വയ്യാത്ത അവസ്ഥയാണ്. അപ്പോൾ അതിങ്ങനെ വർഷങ്ങളോളം അടച്ചു വയ്ക്കും തോറും മാലിന്യങ്ങൾ കൂടിക്കൊണ്ടേ ഇരിക്കത്തുള്ളൂ. അപ്പോൾ എത്രയും പെട്ടെന്ന് ഒന്നെങ്കിൽ ഇതിൻ്റെ പണി തീർക്കണം, അതല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ചെയ്യണം എന്നാണ് ഇപ്പോൾ എനിക്ക് പറയാനുള്ളത്. മലിനീകരണവും കയ്യേറ്റവും തോടിന്റെ ആവാസ വ്യവസ്ഥയെ തകർത്തു. ഹോട്ടലുകളിൽ നിന്നും ആശുപത്രികളിൽ നിന്നും വീടുകളിൽ നിന്നുമുള്ള മാലിന്യങ്ങൾ തോട്ടിലൂടെ അഷ്ടമുടിക്കായലിലേക്ക് ഒഴുകിയിറങ്ങി. മാലിന്യത്തിൽ മുങ്ങിയ തോടിനെ സംരക്ഷിക്കാൻ നവീകരണത്തിനായി കോടികൾ ചെലവഴിച്ചുള്ള പദ്ധതികൾ പ്രഖ്യാപിച്ചെങ്കിലും ഒന്നും നടപ്പായില്ല.
കോവളം കോട്ടപ്പുറം ദേശീയ ജലപാതയുടെ ഭാഗമായ കൊല്ലംതോട് നവീകരണത്തിന്റെ പേരിൽ ഇതിനോടകം കോടികളുടെ മണൽക്കടത്ത് നടന്നു കഴിഞ്ഞു. ഉദ്യോഗസ്ഥരുടെയും ജനപ്രതിനിധികളുടെയും മൗനാനുവാദത്തോടെ നടക്കുന്ന ഈ നടപടിക്കെതിരെ ഒരു കോണിൽ നിന്നും ഒരു ശബ്ദവും ഉയർന്നു കേൾക്കുന്നതേയില്ല. ഒരു മീറ്റർ ക്യൂബ് മണലിന് 850 രൂപയാണ് ആദ്യകാലത്ത് വില നിശ്ചയിച്ചിരിക്കുന്നത്. എന്നാൽ ഡ്രഡ്ജിങ്ങിന്റെ മറവിൽ നടക്കുന്ന തീവട്ടിക്കൊള്ളയെക്കുറിച്ച് വിജിലൻസിനടക്കം പരാതി നൽകിയെങ്കിലും ഒരന്വേഷണവും ഇന്നേ വരെ ഉണ്ടായില്ല. ചരക്ക് ബോട്ടുകൾക്കടക്കം കടന്നുപോകുന്നതിന് 1.7 മീറ്റർ ആഴമാണ് വർദ്ധിപ്പിക്കുന്നത്. ഡ്രഡ്ജിംഗ് ആരംഭിക്കുന്നതിന് മുമ്പും ശേഷവുമുള്ള ആഴം കൃത്യമായി കണക്കാക്കി വാരിയ മണലിന്റെ അളവ് തിട്ടപ്പെടുത്തണമെന്നാണ് ചട്ടം. പക്ഷേ ഇത് നടക്കുന്നില്ലെന്ന് മാത്രമല്ല, സർക്കാർ പ്രതിനിധികളായി ആരും തന്നെ സ്ഥലത്തുണ്ടായിരുന്നുമില്ല. തുടക്കത്തിൽ ഉൾനാടൻ ജലഗതാഗത വകുപ്പാണ് മണലിന്റെ പാസ് നൽകിയിരുന്നതെങ്കിൽ ഇപ്പോൾ ജിയോളജി വകുപ്പാണ് ഇതിന് അനുമതി നൽകുന്നത്. കഴിഞ്ഞ 8 വർഷമായിട്ട് അവിടുന്ന് മണൽക്കൊള്ളയല്ലാതെ വേറെ ഒരു വികസന പദ്ധതികളും അവിടെ നടന്നിട്ടില്ല. ഒന്ന്, ഇവിടെ 30 മീറ്റർ വീതിയിലും 1.7 മീറ്റർ ആഴത്തിലുമായിരുന്നു ഈ വർക്ക് ചെയ്യാനായിട്ട് ഗവൺമെൻറ് കരാർ കൊടുത്തിരുന്നത്. എന്നാൽ ഈ 1.7 മീറ്റർ ആഴത്തിന് പകരം 3-4 മീറ്റർ ആഴം കൂട്ടുകയും 30 മീറ്ററിൽ കൂടുതൽ കര കയ്യേറിയുമാണ് നിർമ്മാണ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് ഗവൺമെൻറ് അതോറിറ്റികൾക്കും കോടതിയിലും പരാതി അയച്ചിരുന്നു. എന്നാൽ ഇവിടെ നിന്ന് നമുക്ക് വ്യക്തമായ മറുപടിയോ നീതിയോ ലഭിക്കുന്ന ഒരവസ്ഥയുണ്ടായില്ല. തുടർന്ന് നാട്ടുകാർ തന്നെ പണി തടസ്സപ്പെടുന്ന സ്റ്റേജ് ഉണ്ടാക്കി. ഈ വർക്കിൽ ഇവിടെ നിന്ന് നീക്കം ചെയ്യുന്ന മണൽ കൊണ്ടുപോകാനായിട്ട് ഇൻലാൻഡ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അവരുടെ തന്നെ പാസ്സാണ് ആദ്യം ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ പാസ് ഉപയോഗിച്ച് കൊണ്ടുപോകുമ്പോൾ കരാറുകാരനുണ്ടാകുന്ന നഷ്ടം കാരണം ഈ പാസ് ജിയോളജിയിലേക്ക് മാറ്റി. ജിയോളജിയുടെ പാസ് ഉപയോഗിച്ച് കൊണ്ടുപോയപ്പോഴത്തേക്ക്, അതായത് ഇപ്പോൾ ഒരു വണ്ടിയിൽ ലോഡ് കയറ്റി കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ കൊണ്ടുപോകുന്നിടത്ത് വെച്ച് പോലീസ് പിടിക്കുക അല്ലെങ്കിൽ വിജിലൻസ് പിടിക്കുകയോ ചെയ്താൽ ആ വണ്ടി ഓടിക്കുന്ന ഡ്രൈവർ ആരാണ്, അവർ തന്നെയാണ് പാസ് എഴുതി തയ്യാറാക്കുന്നത്. എന്നിട്ട് ഇതേപോലെ ഓഫീസിലും പാസ് ഡ്യൂപ്ലിക്കേറ്റ് എഴുതി കീറി മാറ്റും. സ്വാഭാവികമായിട്ട് അവിടെ നിന്ന് രക്ഷപ്പെടുകയാണ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു പ്രൊസീജിയർ ഏതാണ്ട് 6-7 മാസത്തോളം ഇവർ നീട്ടിക്കൊണ്ടുപോയിക്കൊണ്ടിരുന്നു. കൊല്ലംതോട് വികസനത്തിനായി ചുമതലപ്പെടുത്തിയ കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ പദ്ധതി സബ് കോൺട്രാക്ട് നൽകിയതോടെയാണ് കൈയിട്ട് വാരാൻ കൂടുതൽ അവസരമൊരുങ്ങിയത്. ജില്ലാ കളക്ടർക്ക് പരാതി കൊടുത്തതിനെ തുടർന്ന് ജില്ലാ കളക്ടർ സ്പോട്ട് സന്ദർശിക്കുകയും ജില്ലാ കളക്ടർ വർക്ക് 4 മാസത്തേക്ക് സ്റ്റേ ചെയ്തായിരുന്നു. അതിന് വീണ്ടും ഇവർ എക്സ്റ്റൻഷൻ മേടിച്ച് 6 മാസം പണി തുടങ്ങി. ഇനി ഏതാണ്ട് ഒരു 350 മീറ്റർ മാത്രമാണ് പൂർത്തീകരിക്കാനുള്ളത്. ഈ തോടിൻ്റെ വലതുവശത്ത് PWD റോഡിൻ്റെ നിർമ്മാണം നടക്കുന്നുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ DR ഫൗണ്ടേഷൻ കെട്ടുന്നത് കൊണ്ട് അവിടെ തോടിൻ്റെ കരാറുകാരൻ ഫൗണ്ടേഷൻ ഇടേണ്ട ആവശ്യമില്ല. അപ്പോൾ എഗ്രിമെൻറ്റ് പ്രൊവിഷൻ കൂടാതെ ഈ ഫണ്ട് ഉപയോഗിച്ച് ഈ തോടിൻ്റെ ഇടതുവശത്ത് ഫൗണ്ടേഷൻ നിർമ്മിക്കാനായിട്ട് അന്ന് മിനിറ്റ്സിൽ തീരുമാനം എടുത്തിരുന്നു. അത് മണൽത്തിട്ടയുടെ പൊക്കം എത്രയാണോ ആ പൊക്കത്തിലായിരിക്കണം നിർമ്മിക്കേണ്ടത്. എന്നാൽ നാളിതുവരെ 6 മാസത്തിൽ 50 മീറ്റർ പോലും തികച്ച് ഫൗണ്ടേഷൻ കിട്ടാൻ അവർക്ക് സാധിച്ചിട്ടില്ല. ചട്ടം മറികടന്ന പരമാവധി ആഴത്തിൽ മണലൂറ്റിയെടുക്കാൻ തുടങ്ങിയതോടെ സമീപത്തെ വീടുകളും സുനാമി ഫ്ളാറ്റും അപകടാവസ്ഥയിലാണ്. മാത്രമല്ല, രൂക്ഷമായ കുടിവെള്ളക്ഷാമത്താൽ പ്രദേശവാസികൾ പൊറുതിമുട്ടുകയാണ്. മണലെടുക്കുന്നു, കൊടുക്കുന്നു, അവർ ഗോഡൗണിൽ കൂട്ടിയിടുന്നു, വീണ്ടും കൊണ്ടുപോകുന്നു, വീണ്ടും മണൽ തീരുമ്പോൾ എടുക്കുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് ഇവിടെ ആക്ഷൻ കൗൺസിലൊക്കെ ഇവിടുത്തെ ചെറുപ്പക്കാർ അതിനെ തടയുകയുണ്ടായി. തടഞ്ഞപ്പോൾ അവരുടെ രാഷ്ട്രീയ സ്വാധീനവും ഔദ്യോഗിക സ്വാധീനവും ഉപയോഗിച്ചിട്ട് ഹൈക്കോടതിയിൽ നിന്ന് ഒരു നോട്ടീസൊക്കെ കൊടുത്തിട്ട് ചെറുപ്പക്കാരെ അങ്ങ് ഒതുക്കി. അവർ പേടിച്ചു. അത് കഴിഞ്ഞ് ഇരവിപുരം പള്ളിയിലെ അച്ഛൻ്റെ നേതൃത്വത്തിൽ ഒരു ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ച് മണലെടുപ്പിനെതിരെ അതും ഇപ്പോൾ ഒന്നുമില്ലാത്ത രീതിയിലാണ്. അപ്പോൾ ഈ രീതിയിൽ മണലെടുപ്പ് തുടരുകയാണെങ്കിൽ ഈ നമ്മളെ തീരദേശ റോഡിൻ്റെയും ഈ 2 കരയ്ക്ക് നിൽക്കുന്ന ഇപ്പോൾ തന്നെ മാറ്റി താമസിച്ച ഫ്ലാറ്റിലെ ആളുകൾ ഇത് മൊത്തം ഈ തീരത്ത് നിൽക്കുകയാണ്. വീണ്ടും അവർക്ക് ഫ്ലാറ്റ് കൊടുത്ത് മാറ്റേണ്ട സ്ഥിതിയിലെത്തുമെന്ന് ഇതെല്ലാം തലകുത്തും. വീടുകൾ, കിണറുകളെല്ലാം വറ്റി, വെള്ളം കിട്ടാത്ത അവസ്ഥയായി. അപ്പോൾ ഇവർ ഇതിൻ്റെ സൈഡിൽ കൊണ്ടിട്ട് വലിയ പൈപ്പ് ഇട്ടിട്ട് വലിയ യന്ത്രം ഉപയോഗിച്ചെടുക്കുമ്പോൾ അടിയിൽ നിന്ന് മണ്ണ് വലിച്ചെടുക്കും. അങ്ങ് വരെ മണ്ണ് വരും. അപ്പോൾ വലിയ തുരങ്കമാവും ഇതിൻ്റെ അടിയിൽ. ഇത് പാടേ മറിയും, അത് ഉറപ്പാണ്. അപ്പോൾ അത് അവർക്ക് 3.5 മീറ്ററാണ് അവർ സർക്കാർ അനുമതി കൊടുത്തിട്ടുള്ളത്. നല്ല മണൽ കിട്ടുന്നിടത്ത് ദിവസങ്ങളോളം അവിടെ ഇട്ട് തന്നെ അവർ മണ്ണെടുക്കുക. ഒന്നാംഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന റീച്ചുകളിൽ നിന്ന് മണ്ണെടുത്ത് തണ്ണീർത്തടങ്ങൾ ഉൾപ്പെടെ നികത്തുകയാണ്. ഇതു സംബന്ധിച്ച കൂടുതൽ തെളിവുകളും ഞങ്ങൾക്ക് ലഭിച്ചു. നിയമലംഘനങ്ങൾ ഏറെ നടന്നിട്ടും അധികാരികളാരും അനങ്ങുന്നില്ല. എതിർക്കുന്നവരെ പണം നൽകി സ്വാധീനിച്ചും ഭീഷണിപ്പെടുത്തിയും ഒതുക്കുകയാണ് പതിവ്. കൊല്ലംതോട് നവീകരണത്തിന്റെ മറവിൽ മുണ്ടയ്ക്കൽ ഭാഗത്ത് നിന്ന് വ്യാപകമായി മണ്ണ് കടത്തി തണ്ണീർത്തടങ്ങൾ നികത്തുകയാണ്.
പ്രദേശവാസികളുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ വില്ലേജ് ഓഫീസർ നടത്തിയ അന്വേഷണത്തിൽ നിലം നികത്തിയതായി ബോധ്യപ്പെട്ട കളക്ടർക്ക് നൽകിയ റിപ്പോർട്ടിന്റെ പകർപ്പാണ് ഈ കാണുന്നത്. റിപ്പോർട്ട് നൽകി 5 മാസം പൂർത്തിയായിട്ടും ഒരു നടപടിയും ഇന്നേ വരെ ഉണ്ടായില്ല. കൊല്ലം തോടിൻ്റെ നവീകരണ ഭാഗമായി 3ാം ഘട്ട ഭിത്തി നിർമ്മാണമാണ് ഇവിടെ നടക്കുന്നത്. കഴിഞ്ഞ 10 മാസക്കാലമായി ഈ ടെൻഡർ കൊടുത്തിട്ട് 450 ദിവസത്തെ വർക്കായിരുന്നു. ഏകദേശം 450 ദിവസം എത്താറായി നിൽക്കുകയും 8 മാസത്തോളം ഈ വർക്ക് ഇവർ നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുകയാണ്. എന്നാൽ 100 മീറ്റർ പോലും ഇവിടെ ഭിത്തി നിർമ്മാണം നടന്നിട്ടില്ലെന്ന് മാത്രമല്ല, ഭിത്തി നിർമ്മാണത്തിൻ്റെ മറവിൽ വൻതോതിൽ മണൽ ഇവിടുന്ന് കടത്തിക്കൊണ്ടുപോകുന്നു. വൻതോതിൽ മാഫിയ സംഘങ്ങൾ മണൽ ഇവിടുന്ന് കടത്തിക്കൊണ്ടുപോകുന്നൊരു സാഹചര്യമാണുള്ളത്. വേസ്റ്റ് ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ്റെ വേസ്റ്റ് ആണെന്നുള്ള രീതിയിലാണ് മണൽ കടത്തുന്നത്. എന്നാൽ ഈ വേസ്റ്റുകളെല്ലാം ഇതിന് തൊട്ട് സമീപ പ്രദേശത്തുള്ള വലിയ വലിയ ഭൂ ഉടമകളുടെ തണ്ണീർത്തടങ്ങളിലേക്ക് വേസ്റ്റ് നിക്ഷേപിക്കുകയും മണൽ മറ്റൊരു വഴിയിലൂടെ കടത്തുകയും ചെയ്യുന്നൊരു ഒരു വികാസമാണ്, സംഭവ വികാസമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ റീച്ച് തന്നെ മണ്ണെടുത്തിട്ട് ഈ സൈഡെല്ലാം ഇടിഞ്ഞിട്ടുണ്ട്. ഈ JCB കയറി അതൊന്നും ഇവർ കെട്ടിക്കൊടുക്കാനോ അതിനൊന്നും ആദ്യം ഇറക്കാൻ നേരത്ത് പറയും നമ്മൾ കെട്ടിത്തരാമെന്നെല്ലാം പറഞ്ഞാൽ ഇറക്കുന്നു, ഓരോ സ്ഥലത്ത് കൊണ്ടുവന്നു. എന്നിട്ട് അവരെ രീതിയിൽ തന്നെ അങ്ങ് കുഴിച്ച് സൈഡ് വാള് ഈ റോഡിൻ്റെ തന്നെ സംരക്ഷണ ഭിത്തികളെല്ലാം ഇടിച്ചിട്ട് അവരങ്ങ് പോവുക. പിന്നെ നാട്ടുകാരൊക്കെ പ്രതിഷേധവും പിന്നെ ആരെങ്കിലും ഒരു പരാതിയായിട്ടൊക്കെ ചെന്നാൽ മാത്രം ആ ഭാഗങ്ങളൊന്ന് കെട്ടിക്കൊടുക്കും. നിയമലംഘനങ്ങൾക്കെതിരെ അധികാര കേന്ദ്രങ്ങൾ മുഖം തിരിച്ചതോടെ കൊല്ലം തോട്ടിൽ നിന്ന് കൊണ്ടുപോകുന്ന മണ്ണുപയോഗിച്ച് വ്യാപകമായി തണ്ണീർത്തടങ്ങൾ നികത്തുകയാണ്. പ്രകൃതി സംരക്ഷണത്തെക്കുറിച്ചും നിയമപരിപാലനത്തെ സംബന്ധിച്ചും വാചാലരാകുന്ന ഭരണവർഗം ഇതൊന്നും കാണുന്നില്ലേ? ഈ വർക്കുമായി ബന്ധപ്പെട്ട് പറയുവാണെങ്കിൽ ഇത് ആദ്യമായിട്ട് ഇതിനകത്ത് നടക്കുന്ന ഈ മോഷണവും മണ്ണ് മോഷണവും അനധികൃതമായിട്ടുള്ള മണലെടുപ്പിനെ പറ്റിയിട്ടൊക്കെ ഇതിൻ്റെ ആധികാരികമായിട്ട് ജില്ലാ കളക്ടറിന് ആദ്യം പരാതി രേഖപ്പെടുത്തുന്നത് ഞങ്ങളാണ്. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും വലിയ രസമെന്ന് പറഞ്ഞാൽ കളക്ടറിൻ്റെ വീട്ടിൻ്റെ ബാക്കിലത്തെ മതിലിൻ്റെ ബാരോഷത്തൂടെ പോകുന്ന കനാലായത്. കളക്ടറുടെ വീട്ടിൻ്റെ ബാക്കിലാണ് യഥാർത്ഥത്തിൽ ഈ മോഷണം, ആ കനാലാണിത്. അപ്പം ഇത് ഇവിടുന്ന് ഒരു 1 കിലോമീറ്റർ കഴിഞ്ഞാൽ കളക്ടറിൻ്റെ വീടാണ്. ചുമതലപ്പെടുത്തി അദ്ദേഹം അതനുസരിച്ചിട്ട് പിന്നെ ഈ മണൽ മോഷണവുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ അന്വേഷണം നടത്താനായിട്ട് മുണ്ടയ്ക്കൽ വില്ലേജ് ഓഫീസറിനെ ചുമതലപ്പെടുത്തി. വില്ലേജ് ഓഫീസർ ഇതിൻ്റെ അന്വേഷിച്ചിട്ട് അതിൻ്റെ പിന്നെ അന്വേഷണ റിപ്പോർട്ട് ഞങ്ങൾക്ക് തന്നായിരുന്നൊരു കോപ്പി. ആ കോപ്പിക്കകത്ത് പറഞ്ഞിരിക്കുന്നത് ഇവിടെ വ്യാപകമായിട്ട് മണൽ കടത്തുണ്ട്, മണൽ മോഷണം ഉണ്ടെന്ന് തന്നെ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കോപ്പി എടുത്തുകൊണ്ട് ഞങ്ങൾ ഇൻലൻഡ് നാവിഗേഷനിലും ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലും പരാതി കൊടുത്തായിരുന്നു ഇതിനെതിരെ നടപടി എടുക്കണമെന്ന്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നാളിതുവരെ നടപടി എടുത്തിട്ടില്ല. കോവളം കോട്ടപ്പുറം ദേശീയ ജലപാത 2020 പൂർത്തിയാക്കുമെന്ന് സർക്കാർ ഔദ്യോഗികമായി അറിയിച്ചു കഴിഞ്ഞു. അതേസമയം അടിസ്ഥാന പ്രശ്നങ്ങൾ പോലും പരിഹരിക്കപ്പെടാതെ ഈ സ്വപ്ന പദ്ധതി എങ്ങനെ യാഥാർത്ഥ്യമാകും? മണൽ എത്രയും വേഗത്തിൽ എത്രയും കൂടുതൽ മണ്ണ് എങ്ങനെ കൊണ്ടുപോകും എന്നുള്ളത് മാത്രമാണ് കരാറുകാരൻ നോക്കുന്നത്. വേറെ ഒന്നും കരാറുകാരന് ചിന്തിക്കാറുമില്ല. ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന പദ്ധതി എന്ന് പറയുന്നത് 30 മീറ്റർ ആഴത്തിൽ ഇവർ കുഴിക്കുന്നത്. ആക്ച്വലി ഇവർക്ക് ഇവിടെ ഡ്രഡ്ജ് ചെയ്യുന്നതിന് യഥാർത്ഥ ഡ്രഡ്ജർ ഇവരുടെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പുറകിലുള്ള അഷ്ടമുടി കായലിലാണ് ഈ ഡ്രഡ്ജർ കിടക്കുന്നത്. ഇവരിവിടെ കൊണ്ടുവന്ന് ഉപയോഗിക്കുന്ന ഡ്രഡ്ജർ എന്ന് പറയുന്നത് യഥാർത്ഥ ഡ്രഡ്ജറല്ല. ഈ ഡ്രഡ്ജർ ഇവിടെ കൊണ്ടുവന്ന് ഉപയോഗിക്കാതെ പകരം ബസ്സിൻ്റെ എഞ്ചിൻ ഘടിപ്പിച്ച് ബോട്ടിനകത്ത് ഘടിപ്പിച്ചിട്ട് 3-4 മീറ്റർ വീതിയുള്ള വലിയ പൈപ്പ് ഉപയോഗിച്ച് ഡ്രഡ്ജ് ചെയ്യുക. അപ്പോൾ മാക്സിമം മണ്ണ് ഇതിനകത്തൂടെ കയറി വരും. ഇനി ഇവിടെ ഡ്രഡ്ജ് ചെയ്ത് ഇവിടുത്തെ വാഷ് ചെയ്യാൻ പുള്ളിക്ക് അനുമതിയില്ല. അതുപോലെ ഇവിടെ മണ്ണിൻ്റെ കണ്ടീഷൻ അനുസരിച്ച് ഓരോ 150 മീറ്റർ പോകും തോറും മണൽ ടെസ്റ്റ് ചെയ്യണമെന്നുണ്ട്. ഇവിടെ ടെസ്റ്റ് ചെയ്യുന്ന മണലിൽ നല്ല മണലാണെങ്കിൽ അതിന് 3700 രൂപ വെച്ച് MQനും മണലിനകത്ത് ചെളി അടങ്ങുന്ന കണ്ടീഷനാണെങ്കിൽ 3200 വെച്ച് അടയ്ക്കാനായിരുന്നു റോയൽറ്റി ഇവർ കൊടുത്തത്. എന്നാൽ ഇവർ ഇതുവരെ അടച്ചിട്ടുള്ളത് 264 രൂപ വെച്ചാണ് ഇതുവരെ അടച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ തന്നെ ഏതാണ്ട് ഒരു 8 കോടി രൂപ നഷ്ടം സർക്കാരിന് ഇവരുണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് ബന്ധപ്പെട്ട അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും നടപടിയൊന്നും ഉണ്ടായിട്ടുമില്ല. ഇത് എടുത്ത് പരാതി കൊടുത്തു, CEക്ക് പരാതി കൊടുത്തു, സൂപ്രണ്ടിംഗ് എഞ്ചിനീയറിന് പരാതി കൊടുത്തു. ഓരോരുത്തർക്ക് പരാതി കൊടുക്കുമ്പോൾ ഇതിൻ്റെ രസമെന്ന് പറയുന്നത് നമ്മളൊരു കോമാളിയാവുക എന്നുള്ളതാണ്. കാരണം പരാതി കൊടുക്കുമ്പോൾ ഈ ഉദ്യോഗസ്ഥൻ മറ്റുദ്യോഗസ്ഥൻ്റെ പേര് പറയും, അയാളാണ് ഇതിൻ്റെ ആൾ. SC എടുത്ത് കൊടുക്കുമ്പോൾ പറയും AEക്ക് ആണ് ഇതിൻ്റെ ചുമതല. അങ്ങനെ ഇവരാരും തന്നെ അന്വേഷിക്കത്തില്ല. അങ്ങനെ രക്ഷയില്ലാതെ വന്നപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, ഇത് എവിടം വരെ പോകുമെന്നറിയാൻ വേണ്ടിയിട്ട് മാത്രം ഞങ്ങൾ വിജിലൻസിന് പരാതി കൊടുത്തു. അതും അവിടെ തീർന്നു. വിജിലൻസിന് ഒരു അന്വേഷണവും ഇല്ല, ഒന്നുമില്ല. അത് അവിടെ കൊണ്ട് അവിടെ തീർന്നു. കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ തന്നെ ഇവരെ ടെർമിനേറ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിട്ടും
ഇവരെ ടെർമിനേറ്റ് ചെയ്യാതെ ഇവർ കോടതിയുടെ പ്രൊട്ടക്ഷൻ ബേസിൽ വർക്ക് വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഇവർക്ക് 3 മാസം വീണ്ടും എക്സ്റ്റൻഷൻ അനുവദിച്ചിരിക്കുകയാണ്. ഇനിയും ഇവർ ഈ വർക്ക് തുടരുകയാണെങ്കിൽ ഗവൺമെൻറ് ഖജനാവ് നഷ്ടമുണ്ടാവുകയും ചെയ്യും. അതോടൊപ്പം ജനങ്ങളുടെ ജീവനും സ്വത്തിനും മൊത്തത്തിൽ ആപത്ത് തന്നെയാണ്. വലിയ വാഗ്ദാനങ്ങൾ വിളിച്ചു പറയുന്ന ജനപ്രതിനിധികൾ കൊല്ലം തോടിന്റെ വികസനം നേരിൽ കണ്ടതാണോ? ദേശീയ ജലപാത 2020 മെയ് മാസത്തോടെ പൂർത്തിയാക്കാൻ 2017 ഒക്ടോബറിൽ നടന്ന കേരള വാട്ടർവേസ് ഇൻഫ്രാസ്ട്രക്ചേഴ്സ് ലിമിറ്റഡ് ബോർഡിന്റെ ആദ്യ യോഗത്തിലാണ് തീരുമാനമായത്. പദ്ധതി നടപ്പാക്കുന്നതിനു വേണ്ടി രൂപീകരിച്ച പ്രത്യേക കമ്പനിയുടെ ചെയർമാൻ കൂടിയായ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിലായിരുന്നു യോഗം. ജലപാത നിർമ്മാണം സമയബന്ധിതമായി പൂർത്തിയാക്കുന്നതിന് വിവിധ ഏജൻസികൾക്ക് വിഭജിച്ച് നൽകാനും തീരുമാനമായിരുന്നു. പദ്ധതിക്കായി വർക്കലയിൽ ടണൽ നിർമ്മിക്കണമെന്നിരിക്കെ അതിന്റെ നിർമ്മാണം കൊങ്കൺ റെയിൽവേ ഏൽപ്പിക്കാനും നീക്കം നടക്കുന്നുണ്ട്. ഇത്രയധികം സങ്കീർണമായ വിഷയങ്ങൾ നിലനിൽക്കെ പ്രാഥമിക പ്രവർത്തനങ്ങൾ പോലും എങ്ങും എത്തിയില്ലെന്ന വസ്തുത ഉൾക്കൊള്ളാൻ ആരും തയ്യാറാകുന്നില്ല. ജനപ്രതിനിധികൾ ഇങ്ങനെ ഓരോ പ്രാവശ്യവും വന്ന് ആരെങ്കിലുമൊക്കെ ശബ്ദം ഉയർന്നാകാം, പിന്നെ 2 ദിവസം കഴിയുമ്പോൾ മിണ്ടത്തില്ല. അതെന്താണെന്ന് അറിയാൻ വയ്യ. എല്ലാ രാഷ്ട്രീയക്കാരും വന്ന് പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്, തർക്കിച്ചിട്ടുണ്ട്, എതിർത്തിട്ടുണ്ട്, പിന്നെ അവരെ കാണാനില്ല. അതെല്ലാവരും ഒരുപോലെയാണ്, ആരും പ്രത്യേകിച്ചെടുത്ത് പറയത്തക്ക രീതിയിൽ ഇപ്പോൾ ആരുമില്ല. അതിൻ്റെ കൊല്ലം മുതൽ വർക്കല ശിവഗിരി വരെയുള്ള ജലപാതയുടെ പലയിടങ്ങളും ഇന്ന് കരഭൂമിയായി മാറിയിട്ടുണ്ട്. പണി തുടങ്ങിയ പലയിടങ്ങളിലും മണലൂറ്റൽ മാത്രം തുടരുകയാണ്. എനിക്കടുത്ത 15 മാസമാണ്. 8 മാസമായിട്ട് ഒരു സമയത്ത് ഇത് മാലിന്യം മാറ്റി തന്നിട്ടില്ല, ഇപ്പോൾ സ്ഥലം തന്നിട്ടില്ല. സ്ഥലം തന്നിട്ടെല്ലാം അടിച്ച് ഫുള്ളിട്ട് അവിടെ വേണ്ട. അപ്പോൾ ഈ സർക്കാർ പറയുന്നത് എനിക്ക് മണ്ണ് വേണ്ട, എനിക്ക് എടുക്കാനും വയ്യ, ചുമ്മാ എന്നാലും എനിക്ക് വേണ്ട. ഇത് അവരൊക്കെ ലേലം ചെയ്ത് കൊടുക്കോട്ട്, ലേലം ചെയ്ത് മാറ്റിയാൽ മതി. നമുക്ക് ഒരു ലോഡ് അടിക്കുന്നതിന് രമിക്ക് 160 രൂപ ഉണ്ട്, അതാ ലാഭം. ഒരു ലോഡിന് 1800 നമുക്ക് കിട്ടും, അതല്ലേ നമുക്ക് ലാഭം. കൃത്യമായ മേൽനോട്ടമില്ലാതെ വന്നതോടെ കരാറുകാരുടെ പകൽക്കൊള്ളയാണ് എങ്ങും. അഴിമതിക്ക് പങ്കുപറ്റുന്ന ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും ഉള്ളിടത്തോളം ദേശീയ ജലപാത വികസനം ത്രിശങ്കുവിൽ തന്നെയാണ്. കൊല്ലം തോട് വികസനത്തിന്റെ പേരിൽ നടന്ന കോടികളുടെ മണൽക്കൊള്ളയിൽ ഒരന്വേഷണത്തിനും ഇതുവരെ സർക്കാരുകൾ തയ്യാറായിട്ടില്ല. 1.5 വർഷം മുമ്പ് റിപ്പോർട്ട് ചെയ്ത അതേ അവസ്ഥയിൽ വികസന പ്രവർത്തനങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. ദേശീയ ജലപാതയുടെ പ്രധാന മുഖങ്ങളിലൊന്നായി ഇവിടം ഇന്ന് മണൽഖനിയായി മാറിയിരിക്കുന്നു. ഒപ്പം പ്രഖ്യാപനങ്ങൾ ജലരേഖയും. പരിപാടിയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. വിലാസം: പ്രൊഡ്യൂസർ, നേർക്കണ്ണ്, കൗമുദി TV, പേട്ട, തിരുവനന്തപുരം. ഫോൺ നമ്പർ 9946108174.